ഹലോ എവ്രി വൺ, ബയോ ഓഷ്യൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മളുടെ എവല്യൂഷണറി തിയറീസ് എന്ന് പറഞ്ഞിട്ടുള്ള സീരീസ് വീഡിയോയിൽ 6ാമത്തെ വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ലാമാർക്കിസത്തിനെ പറ്റിയിട്ടാണ്. ലാമാർക്കിസം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കുറേ അധികം കാര്യങ്ങളൊക്കെ ഓർമ്മ വരും അല്ലേ? പക്ഷേ എന്നിരുന്നാൽ പോലും അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു ഡിസ്ക്രിപ്ഷൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ദയവായി അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻസ് ഉടനടി ലഭിക്കുന്നതായിരിക്കും. ജീൻ ബാപ്റ്റിസ്റ്റ് ഡി ലാമാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മനുഷ്യൻ്റെ ഫൈൻഡിങ്സിനെ എല്ലാത്തിനെയും കൂടെ ഒരുമിച്ച് കൂട്ടി നമ്മൾ വിളിക്കുന്നതാണ് ലാമാർക്കിസം എന്നുള്ളത്. അദ്ദേഹം ഒരു ഫ്രഞ്ച് ബയോളജിസ്റ്റ് ആയിരുന്നു, അതേപോലെ തന്നെ ഒരു എവല്യൂഷനിസ്റ്റും കൂടെ ആയിരുന്നു. ഡാർവിൻ്റെ സിദ്ധാന്തങ്ങളും ഒബ്സർവേഷൻസും ഫൈൻഡിങ്സും ഒക്കെ വരുന്നതിന് മുൻപുള്ള കാലഘട്ടത്തിലാണ്, പ്രീ ഡാർവിനിയൻ പീരീഡിലാണ് ലാമാർക്ക് ജീവിച്ചിരുന്നത്. അദ്ദേഹത്തിന് ഒരു വിശേഷണമുണ്ട്, ഫൗണ്ടർ ഓഫ് ദ ഫസ്റ്റ് കംപ്ലീറ്റ് മോഡേൺ തിയറി ഓഫ് എവല്യൂഷൻ. നമ്മളിപ്പോൾ പറയുന്ന ഇത്തരത്തിലുള്ള മോഡേൺ തിയറീസ്, എവല്യൂഷൻ്റെ മോഡേൺ തിയറീസിൻ്റെ ഏറ്റവും ആദ്യത്തെ ഫസ്റ്റ് ആയിട്ടുള്ള കംപ്ലീറ്റ് തിയറി പറഞ്ഞിട്ടുള്ളത് ഈ ലാമാർക്കാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള വിശേഷണം പറയാറുണ്ട്. കാരണം അതിന് മുൻപ് ഉണ്ടായിരുന്ന തിയറീസൊക്കെ നമ്മളൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം പാൻസ്പെർമിയ അല്ലെന്നുണ്ടെങ്കിൽ സെമിറ്റിക് ബിലീഫ് അങ്ങനെയുള്ള പല തിയറീസും എവിഡൻസുകളുടെ പുറത്തല്ല, പലപ്പോഴും ഇമാജിനേഷന് പുറത്തുണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ ഒരു ഊഹാബോധത്തിൻ്റെ പുറത്തുണ്ടാക്കിയിട്ടുള്ള പല പല തിയറീസ് ആയിരുന്നു. പക്ഷെ അതിനുശേഷം കുറച്ചും കൂടെ ഉള്ള ഒരു സബ്സ്റ്റാൻഷിയേറ്റ് എമൗണ്ട് ഓഫ് എവിഡൻസുകൾ വെച്ചിട്ട് പ്രൂവ് ചെയ്ത് പറഞ്ഞിട്ടുള്ള ഒരു തിയറി ആയിരുന്നു ലാമാർക്കിൻ്റെതായിട്ടുള്ള തിയറികൾ. അപ്പോൾ അതുകൊണ്ടിട്ട് ലാമാർക്കിൻ്റെ തിയറീസ് അന്ന് വന്ന കാലത്ത് ഭയങ്കരമായിട്ട് എല്ലാവരും എന്താ പറയുക ഏറ്റുപിടിച്ചിരുന്ന ഒരു തിയറി ആയിരുന്നു അത്. കാരണം കുറേ അധികം സാധ്യതകളുള്ള തരത്തിലായിരുന്നു അദ്ദേഹം ഇത് പ്രപ്പോസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് ഇങ്ങനെ ഒരു വിശേഷണം കൂടെ നമ്മളുടെ ലാമാർക്കിന് കൊടുത്തിട്ടുണ്ട്, ഫൗണ്ടർ ഓഫ് ദ ഫസ്റ്റ് കംപ്ലീറ്റ് മോഡേൺ തിയറി ഓഫ് എവല്യൂഷൻ എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു വളരെ ദരിദ്രമായിട്ടുള്ളൊരു കുടുംബത്തിലെ 7 മക്കളിൽ ഏറ്റവും ഇളയ ആളായിട്ടാണ് 1744 ജനിച്ചത്. പ്രീസ്റ്റ്ഹുഡിനെതിരെ ആയിരുന്നു അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫാമിലി ഇതിന് ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ള ആളുകൾ ആയിരുന്നത് കൊണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ സമ്മതമില്ലാതെ തന്നെ പ്രീസ്റ്റ്ഹുഡിനേക്ക് അദ്ദേഹത്തിന് പറഞ്ഞയച്ചിരുന്നു. പക്ഷേ ആ ഒരു കാലഘട്ടത്തിലാണ്, അദ്ദേഹം പ്രീസ്റ്റ്ഹുഡിൽ ആയിരിക്കുന്ന സമയത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫാദർ, അദ്ദേഹം ആർമിയിൽ നിന്ന് റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പം ലാമാർക്ക് ഫ്രഞ്ച് ആർമിയിൽ ജോയിൻ ചെയ്തു. ഫ്രഞ്ചിൽ മിലിറ്ററി സർവീസൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം മെഡിസിൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നത്. പാരീസിൽ വെച്ചിട്ടായിരുന്നു അദ്ദേഹം മെഡിസിൻ പഠിത്തം പൂർത്തിയാക്കിയത്. അതിനുശേഷം പാരീസിലെ റോയൽ പാലസ് മ്യൂസിയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മ്യൂസിയവും അതുപോലെ തന്നെ അതിനെ തുടർന്നുള്ള ഒരു ബൊട്ടാണിക്കൽ ഗാർഡനും ഓർഗനൈസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുള്ളൊരു ജോലി അദ്ദേഹം ചെയ്തിരുന്നു ആ ഒരു സമയത്ത്. അത് കഴിഞ്ഞ് 1793 ആയിക്കഴിഞ്ഞപ്പോഴാണ് ഇൻവെർട്ടിബ്രേറ്റ് സുവോളജിയുടെ പ്രൊഫസറായിട്ട് അദ്ദേഹം ചാർജ് എടുത്തത്. ആ ഒരു സമയത്ത് ഈ ഒരു ഫീൽഡിൽ ഇൻവെർട്ടിബ്രേറ്റ് സുവോളജി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബ്രാഞ്ചിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റ് ആയിരുന്നു, അല്ലെങ്കിൽ ഒരു പ്രൊഫസറായിരുന്നു ലാമാർക്ക്. അതിനുശേഷം കുറേ അധികം നാളുകൾ ഇതുപോലെ പ്രൊഫസറായിട്ട് ജോലി ചെയ്തതിന് ശേഷം ആ ഒരു സമയത്താണ് കേട്ടോ അദ്ദേഹം കൂടുതലും ഫൈൻഡിങ്സ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം 1829 അദ്ദേഹം മരിച്ചു. വളരെ ദാരുണമായിട്ടുള്ള മിസറബിൾ കണ്ടീഷനിലാണ് അദ്ദേഹം മരിച്ചത്. മരിക്കുമ്പോൾ അദ്ദേഹത്തിന് കാഴ്ചശക്തി ഉണ്ടായിരുന്നില്ല, അന്ധനായി മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ ദാരുണമായിട്ടുള്ളൊരു കണ്ടീഷനിലാണ് അദ്ദേഹം മരിച്ചത്. ഇനി അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റുകളെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഫിക്സഡ് ആയിട്ടുള്ള സ്പീഷീസ് ആ ഒരു കോൺസെപ്റ്റ് ഡിസ്കാർഡ് ചെയ്തിട്ടുള്ള ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഒരു നാച്ചുറലിസ്റ്റാണ് ലാമാർക്ക് എന്ന് പറയുന്നത്. ഫിക്സഡ് ആയിട്ടുള്ള സ്പീഷീസ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റേ ഇല്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഭൂലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളും, എല്ലാ ലിവിങ് ഓർഗാനിസംസും കാലം കഴിയുന്തോറും, സമയം കഴിയുന്നതനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, എവല്യൂഷൻ സംഭവിച്ച് കുറച്ച് ചേഞ്ചസുകൾ സംഭവിച്ചതിന് ശേഷം ഒരു പുതിയ സ്പീഷീസായിട്ട് മാറുന്നുണ്ട് എന്ന് ലാമാർക്ക് പറഞ്ഞു. അതിന് അദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ കാണുന്ന പലതരത്തിലുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗാനിസംസും പണ്ട് സിമ്പിളായിട്ടുള്ളവയായിരുന്നു. ഈ സിമ്പിളായിട്ടുള്ള ഓർഗാനിസംസിന് എന്തൊക്കെയോ ചേഞ്ചുകൾ കാലാനുസൃതമായിട്ട് വന്നതിന് ശേഷമാണ് അവരിപ്പോൾ എന്തായിട്ട് മാറിയിരിക്കുന്നത്, ഇപ്പോൾ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ഫീച്ചർ അടങ്ങിയിട്ടുള്ള ഒരു ജീവിയായിട്ട് മാറിയിരിക്കുന്നത് എന്നത് അദ്ദേഹം പറഞ്ഞു. ഇത്തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പോസ്റ്റുലേഷൻസ് അദ്ദേഹം ആദ്യമായിട്ട് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഒരു ട്രീറ്റി ഉണ്ടായിരുന്നു, ഫിലോസഫി സുവോളജിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രീറ്റിയിലാണ് അദ്ദേഹം ഏറ്റവും ആദ്യമായിട്ട് പറഞ്ഞത്. തിയറി ഓഫ് ഓർഗാനിക് എവല്യൂഷൻ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അത് പ്രസൻറ്റ് ചെയ്തത്. 1809 അത് വന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് അദ്ദേഹം 2 തിയറീസാണ് പറഞ്ഞത്, തിയറി ഓഫ് യൂസ് ആൻഡ് ഡിസ്യൂസ് എന്നുള്ളതും അതുപോലെ തന്നെ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടേഴ്സ് എന്നുള്ളതും. ഈ 2 തിയറീനെ പറ്റിയിട്ട് നമ്മളിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിലൂടെ സംസാരിക്കുന്നതായിരിക്കും. അതിനു മുൻപേ ലാമാർക്ക് പറഞ്ഞിരുന്നു അല്ലേ, നമ്മളുടെ ഇപ്പോൾ കാണുന്ന പല ജീവികൾക്കും പണ്ട് കാലം കഴിയുന്നതനുസരിച്ച് അവർക്ക് എന്തൊക്കെയോ കുറേ ചേഞ്ചസുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞിരുന്നു. അത്തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ കുറേ അധികം ഒബ്സർവേഷൻസിനെ, കുറേ അധികം ഫൈൻഡിങ്സിനെ സമ്മറൈസ് ചെയ്തുകൊണ്ടിട്ട് 4 ലോസ് ആണ് അദ്ദേഹം പറഞ്ഞത്. ഒന്നാമത്തെ ലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജീവനുള്ള എല്ലാ ജീവിജാലങ്ങളും അവരുടെ സൈസ് ഇൻക്രീസ് ചെയ്യുകയും അതുപോലെ തന്നെ അവരുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളുടെയും സൈസ് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഹോൾ സൈസ് ഇൻക്രീസ് ചെയ്യുന്നത്
അവരുടെ ഓരോന്നിൻ്റെയും കോമ്പോണൻ്റ് ആയിട്ടുള്ള പാർട്സുകളുടെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ടിട്ടാണ് എന്നുള്ളത് പറഞ്ഞു. അതേപോലെ തന്നെ രണ്ടാമതൊരു ലോ ആയിട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഓർഗാനിസം അതിൻ്റെ ജീവിതത്തിൻ്റെ കാലഘട്ടത്തിൽ അതിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു നീഡ് വരികയാണ്, എന്തെങ്കിലും ഒരു ആവശ്യം വരികയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് ആ ജീവിക്ക് എന്തെങ്കിലും ഒരു പുതിയ ഓർഗൻ ഡെവലപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, എന്തെങ്കിലും നീഡ് വരുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ആ ജീവിക്ക് അതിൻ്റേതായിട്ടുള്ള റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ഒരു ഓർഗൻ, പുതിയതായിട്ടുള്ള ഒരു ഓർഗൻ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തെ ലോ ആയിട്ട് പറഞ്ഞത്. മൂന്നാമത്തെ ലോ ആയിട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏതെങ്കിലും ഒരു ഓർഗൻ വളരെ സബ്സിക്വൻ്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഓർഗൻ്റെ ബെറ്റർ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് അത് സഹായിക്കും. അതല്ല മറിച്ച് നമ്മളുടെ ശരീരത്തിലുള്ള ഏതെങ്കിലും ഒരു ഓർഗൻ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നില്ല, വളരെ പാസീവായിട്ട് വളരെ കുറച്ച് സമയത്തേക്ക് ഉപയോഗിക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യാനോ അത് ഡീജനറേറ്റ് ചെയ്ത് പോകാനോ ഉള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിരുന്നു. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ ലോ. നാലാമത്തെ ലോ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ രണ്ടാമത്തെ ലോയിൽ പറഞ്ഞതുപോലെ നമ്മൾക്ക് എന്തെങ്കിലും ആവശ്യം വരുന്നതനുസരിച്ച് നമ്മൾക്ക് പുതിയ ഓർഗൻസ് ഡെവലപ്പ് ചെയ്തു എന്ന് പറഞ്ഞു അല്ലേ. ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന ഓരോ ഓർഗാനിസംസും അവരവരുടെ ജീവിതത്തിൻ്റെ കാലഘട്ടത്തിൽ അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഓരോ ഓർഗൻസും അടുത്ത വരുന്ന ഓഫ്സ്പ്രിങ്ങിലേക്ക്, അടുത്ത വരുന്ന തലമുറയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ഇൻഹെറിറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് അദ്ദേഹം നാലാമതായിട്ട് പറഞ്ഞിരുന്നു. ഈ എല്ലാ തിയറികളും നമ്മളുടെ രണ്ട് തിയറി ആയിട്ട് നമ്മൾക്ക് എൻക്ലൂസ് ചെയ്യാനായിട്ട് പറ്റും. തിയറി ഓഫ് യൂസ് ആൻഡ് ഡിസ്യൂസ് എന്നുള്ളതും തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടേഴ്സ് എന്നുള്ളതും. അപ്പോൾ അതിനകത്ത് ഏറ്റവും ആദ്യത്തേതായിരുന്നു തിയറി ഓഫ് യൂസ് ആൻഡ് ഡിസ്യൂസ്, അല്ലെങ്കിൽ യൂസ് ആൻഡ് ഡിസ്യൂസ് തിയറി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തിയറി. ആ തിയറി എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ ഒരു തിയറി പറയുന്ന അനുസരിച്ചാണെങ്കിൽ, നമ്മൾ എന്തെങ്കിലും ഒരു ഓർഗൻ, നമ്മുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഓർഗൻ കണ്ടിന്യൂസ്ലി ആൻഡ് കോൺസ്റ്റൻ്റ്ലി നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആ ഓർഗൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് അത് സഹായിക്കും. അതല്ല മറിച്ച് നമ്മൾ എന്തെങ്കിലും ഒരു ഓർഗനെ ഡിസ്യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ആവശ്യത്തിന് ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ആ ഓർഗൻ്റെ ഡീജനറേഷനോ അല്ലെങ്കിൽ അൾട്ടിമേറ്റ് ആയിട്ട് ഡിസപ്പിയർ ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് യൂസ് ആൻഡ് ഡിസ്യൂസ് തിയറിയിൽ ലാമാർക്ക് പറഞ്ഞു വെച്ചിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ ജീവികളിലും കാണപ്പെടുന്ന ഓരോ വേരിയേഷൻസും, ഇപ്പം നമ്മൾ മനുഷ്യരിൽ നിന്ന് മറ്റു മൃഗങ്ങൾ എന്തുകൊണ്ട് വ്യത്യസ്തരാകുന്നു എന്നുള്ളതിൻ്റെ കാരണം ഇത്തരത്തിൽ യൂസോ ഡിസ്യൂസുകളോ ആണ്. അവർ ഏതെങ്കിലും ഒരു പാർട്ട് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുന്നത് കൊണ്ടിട്ടോ അല്ലെങ്കിൽ യൂസ് ചെയ്യാതിരുന്നത് കൊണ്ടിട്ടോ ആയിരിക്കാം ഇത്തരത്തിലുള്ള വേരിയേഷനുകൾ ജീവജാലങ്ങൾ തമ്മിൽ ഉണ്ടായത് എന്നാണ് അദ്ദേഹം പറയുന്നത്. എൻവയോൺമെൻറ്റിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു സ്റ്റിമുലൈ ലഭിക്കുമ്പോഴായിരിക്കും ആനിമൽസ് കോൺഷ്യസ് ആയിട്ട് അവരുടെ ഏതെങ്കിലും ഒരു പാർട്ട് യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിസ്യൂസ് ചെയ്യാൻ പ്രേരിതരാകുന്നത്. അങ്ങനെ അവർക്ക് കിട്ടിയിട്ടുള്ള ഏതെങ്കിലും ഓർഗനോ അല്ലെങ്കിൽ അവരിൽ നിന്ന് നശിച്ചു പോയിട്ടുള്ള ഓർഗനോ മറ്റൊരു ജനറേഷനിലേക്ക് പാസ് ചെയ്യപ്പെടും. എങ്ങനെ? സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ സമയത്ത് പാസ് ചെയ്യപ്പെടും എന്നുള്ളതും, പിന്നീട് ഇത്തരത്തിലുള്ള എൻവയോൺമെൻറ്റൽ സ്റ്റിമുലൈ അവരുടെ ഓഫ് സ്പ്രിങ്സിന് ലഭിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവരും ഇത്തരത്തിൽ എഫേർട്ട് ഇടുകയും അതിൻ്റെ ഭാഗമായിട്ട് അതൊരു ന്യൂ ആയിട്ടുള്ളൊരു ക്യാരക്ടർ അല്ലെങ്കിൽ ന്യൂ ആയിട്ടുള്ളൊരു ഓർഗനായിട്ട് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഓർഗൻ ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ അതൊരു പുതിയ സ്പീഷീസ് ആയിട്ട് മാറുന്നു എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. അതിന് അദ്ദേഹം കുറേ അധികം എക്സാമ്പിൾസ് പറഞ്ഞിരുന്നു. ആ എക്സാമ്പിൾസ് കുറച്ചുകൂടെ നമുക്ക് നോക്കാം. ഒന്നാമത്തെ എക്സാമ്പിൾ ആയിരുന്നു ലോങ് നെക്ക് ഓഫ് ജിറാഫ്. കുറേ എക്സാമ്പിൾസ് പറഞ്ഞിരുന്നു. അതിൽ ഒന്നാമത്തെ എക്സാമ്പിളാണ് ലോങ് നെക്ക് ഓഫ് ജിറാഫ് എന്ന് പറയുന്നത്. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് കാലത്തുണ്ടായിരുന്ന ഒരു ജിറാഫ് എന്ന് പറയുന്നത് പൊതുവേ നമ്മളുടെ പട്ടികളുടെയൊക്കെ ഒരു സൈസ് ആൻഡ് ഷേപ്പുള്ള ജിറാഫുകളായിരുന്നു. അവരുടെ ഫോർ ലിംബിനും അതുപോലെ തന്നെ ഹൈൻഡ് ലിംബിനും ഈക്വൽ ആയിട്ടുള്ള ലെങ്ത് ഉള്ള തരത്തിലുള്ള ജിറാഫുകളായിരുന്നു എന്നുള്ളതും, അവർക്ക് ചെറിയ കഴുത്ത് ഷോർട്ട് നെക്കഡ് ആയിട്ടുള്ള ജിറാഫുകളായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ സമയത്തുണ്ടായിരുന്ന ജിറാഫുകളൊക്കെ താഴെ ഉണ്ടായിരുന്ന പുല്ല് പോലെയുള്ള സാധനങ്ങൾ തിന്നാണ് ജീവിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളതും, അതിനുശേഷം പുല്ല് അല്ലെങ്കിൽ ആ ഹെർബ് പോലെയുള്ള സാധനങ്ങളിൽ സ്കേർസിറ്റി വന്നു കഴിഞ്ഞപ്പം അവർ കുറച്ചുകൂടി ഉയരത്തിലുള്ള സാധനങ്ങൾ പറിച്ചു തിന്നാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. അങ്ങനെ അവർ കഴുത്ത് കൂടുതലായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പം അവരുടെ കഴുത്തുകൾക്ക് പയ്യെ നീളം വയ്ക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ളതാണ് അവരുടെ കഴുത്തും അതുപോലെ തന്നെ അവരുടെ ലിംബുകൾ എന്നാണ് ലാമാർക്ക് പറയുന്നത്. ഇങ്ങനെ രൂപപ്പെട്ടിട്ടുള്ള നീളമേറിയ കഴുത്തും അതുപോലെ തന്നെ ലിംസും അവർ നെക്സ്റ്റ് ജനറേഷനിലേക്ക് പാസ് ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കാണുന്ന ലോങ് നെക്ഡ് ആയിട്ടുള്ള ജിറാഫ് രൂപപ്പെട്ടത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്. തിയറി ഓഫ് യൂസിനകത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇതാണ് ഈ പറയുന്ന ജിറാഫിൻ്റെ വലിയ കഴുത്ത് എന്ന് പറയുന്നത്. ആ ജിറാഫ്, പണ്ടത്തെ ജിറാഫ് ഭയങ്കരമായിട്ട് അമിതമായിട്ട് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ കഴുത്തും കൈകാലുകളും അമിതമായിട്ട് ഉപയോഗിച്ചത് കൊണ്ടിട്ടാണ് ഇപ്പൊ കാണുന്ന ഒരു നിലയിലേക്ക് എത്തിയതെന്നാണ് ലാമാർക്ക് പറയുന്നത്. അതിനുശേഷം വന്നതായിരുന്നു വെയ്ഡിങ് ഓഫ് ബേർഡ്സ് എന്നുള്ളത്. വെയ്ഡിങ് ഓഫ് ബേർഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ വെള്ളത്തിൽ ജീവിക്കുന്ന പലതരത്തിലുള്ള ബേർഡുകളെ പറ്റിയിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. അവർ വെള്ളത്തിൽ നീന്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വെള്ളത്തിൽ അവർക്ക് മൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ബോഡി വെള്ളത്തിന് മേലെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് അവരുടെ കാലുകൾ അവർ പലപ്പോഴും സ്ട്രെച്ച് ചെയ്യാനായിട്ട് തുടങ്ങി. കണ്ടിന്യൂസ് ആയിട്ട് അവർ സ്ട്രെച്ച് ചെയ്ത് കൊണ്ടുവരുന്നു കഴിഞ്ഞപ്പം അതിൻ്റെ ഭാഗമായിട്ട് ആ ജീവികൾക്ക് നീളമേറിയ കാലുകൾ വരാനായിട്ട് തുടങ്ങി എന്നുള്ളതാണ് പറയുന്നത്.
അപ്പം ഒഴുകി നടക്കാൻ വേണ്ടിയിട്ട് അവരുടെ ബോഡി വാട്ടർ ലെവലിൽ മേലെ നിലനിർത്താൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചതായിരുന്നു അല്ലേ, സ്ട്രെച്ച് ചെയ്ത് കാലുകൾ കൊണ്ട് സ്ട്രെച്ച് ചെയ്ത് ശ്രമിച്ചു കഴിഞ്ഞപ്പം അത് പിന്നീട് അവരുടെ കാലുകൾക്ക് നീളം വെക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചു എന്നുള്ളതാണ് പറയുന്നത്. മൂന്നാമത്തെ തിയറി ഓഫ് യൂസിന് എക്സാമ്പിളായിട്ട് പറയുന്നത് ബൈസെപ്സ് മസിലിൻ്റെ കാര്യം. നമ്മളുടെ അപ്പർ ആമിലുള്ള മസിലുകളാണ് ബൈസെപ്പ് മസിൽ എന്ന് പറയുന്നത്. ഈ ബ്ലാക്ക് സ്മിത്തുകളുടെയും കൊല്ലന്മാരുടെയൊക്കെ ബൈസെപ്പ് മസിൽ ഭയങ്കര ഇതായിരിക്കും അല്ലെ, ഡെവലപ്ഡ് ആയിട്ടുള്ളതായിരിക്കും. അതിന് എക്സാമ്പിളായിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവർ കൂടുതലായിട്ട് ഉപയോഗിച്ചത് കൊണ്ടിട്ടാണ് അങ്ങനെ ഡെവലപ്ഡ് ആയിട്ട് വരാനുള്ള ഒരു സാധ്യത എന്നുള്ളതാണ് ലാമാർക്ക് പറഞ്ഞത്. അതേപോലെ തന്നെ അക്വാട്ടിക് ബേർഡ്സിൻ്റെ വെബ്, അത് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്വാട്ടിക് ബേർഡ്സ് ആവുന്നതിന് മുമ്പ് അവർ ടെറസ്ട്രിയൽ ആയിട്ട് കരയിൽ ജീവിച്ചുകൊണ്ടിരുന്ന പക്ഷികളായിരുന്നു. പക്ഷേ അവരുടെ ഫുഡിൻ്റെ സ്കാസിറ്റി വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് ഇതുപോലെ ഫുഡ് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങേണ്ടതായിട്ട് വന്നു. അങ്ങനെ അവർ ഫ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ടോസ്, അവരുടെ കാലുകൾ വിടർത്താൻ വേണ്ടിയിട്ട് തുടങ്ങി. അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ ആ ഒരു സ്കിൻ അതിൻ്റെ ഇടയിൽ എൻലാർജ് ആവുകയും കൂടുതൽ ബ്ലഡ് ഫ്ലോയും ഒക്കെ വന്ന് കൂടുതൽ മസ്കുലർ മൂവ്മെൻറ്റ്സ് ഒക്കെ വന്നതിൻ്റെ ഭാഗമായിട്ട് ടോസിൻ്റെ ഇടയിൽ ആ ഒരു വെബ് രൂപപ്പെട്ടു. ഡക്കിനകത്തൊക്കെ കാണുന്ന പോലെ ഇതിലുള്ള വെബ് ഡെവലപ്പ് ചെയ്തു എന്നുള്ള രീതിയിലാണ് ലാമാർക്ക് പറയുന്നത്. അപ്പോൾ 4 എക്സാമ്പിളാണ് തിയറി ഓഫ് യൂസിന് പറഞ്ഞത്. ഒന്ന് ജിറാഫിൻ്റെ കഴുത്ത് വലുതായ കാര്യം, അതുപോലെ തന്നെ ബേർഡ്സിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, വെയ്ഡിങ് ബേർഡ്സിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, പിന്നെ ബൈസെപ്പ് മസിലിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, അതേപോലെ തന്നെ അക്വാട്ടിക് ബേർഡ്സിൻ്റെ വെബിൻ്റെ കാര്യങ്ങളും പറഞ്ഞു. അതിനുശേഷം തിയറി ഓഫ് ഡിസ്യൂസിൻ്റെ കാര്യങ്ങൾ കുറച്ച് പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞിരുന്നു. അതിനകത്ത് ഒന്നാമതാണ് ലോസ് ഓഫ് ലിംസ് ഇൻ സ്നേക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് പാമ്പുകളൊക്കെ സാധാരണ നമ്മുടെ ഈ പല്ലിയുടെയൊക്കെ ഷേപ്പിലുള്ള ലിംബുകളുള്ള ജീവികളായിരുന്നു എന്നുള്ളതാണ് ലാമാർക്ക് പറയുന്നത്. പക്ഷേ അവരിതുപോലെ എന്തിനെങ്കിലും ഇടയിൽ കല്ലുകളുടെയോ അങ്ങനെ എന്തെങ്കിലും ഇടയിൽ കൂടെ നുഴഞ്ഞു നടക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ കാലുകൾ കൊണ്ടിട്ട് അവർക്ക് പ്രത്യേകിച്ച് ഉപയോഗമില്ലാതെയായി. നുഴയാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പം അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ കാലുകൾ നഷ്ടപ്പെട്ടു പോയി, പതിയെ അവരുടെ ലിംബ് ഇല്ലാതായി അവർ എഴഞ്ഞു നടക്കുന്ന ജീവികളായിട്ട് ഇപ്പോൾ കാണുന്ന പാമ്പുകളായിട്ട് മാറി എന്നുള്ള രീതിയിലാണ് ലാമാർക്ക് പറയുന്നത്. ഇനി രണ്ടാമതൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഹയിൽ ജീവിക്കുന്ന ജീവികളുടെ കണ്ണിനെ പറ്റിയിട്ടാണ്. ഗുഹയിൽ ഇരുട്ടാണ് അല്ലേ, അപ്പോൾ അതുകൊണ്ട് കാഴ്ചയുടെ അല്ലെങ്കിൽ ലൈറ്റ് അവർക്ക് കിട്ടാത്തത് കൊണ്ടിട്ട് അവർക്ക് കാഴ്ച എന്നുള്ളത് അത്ര പ്രാധാന്യമുള്ള കാര്യമല്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ കണ്ണ് ഉപയോഗിക്കുന്നില്ല, എന്തെങ്കിലും കാണുക എന്നുള്ള ആ ഒരു ലൈറ്റ് പെർസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കണ്ണ് ഉപയോഗിക്കാതെ ആയി കഴിഞ്ഞപ്പം അത് അവരുടെ എന്താണ് അന്ധതയ്ക്ക് കാരണമായി, അല്ലെങ്കിൽ കാഴ്ചശക്തി നഷ്ടപ്പെടാനുള്ള ഒരു കാരണമായിട്ട് മാറി എന്നുള്ള രീതിയിൽ ലാമാർക്ക് പറയുന്നുണ്ട്. അതുകൊണ്ടിട്ടാണ് ഈ പറയുന്ന എന്താണ് നമ്മളുടെ ഗുഹയിൽ ജീവിക്കുന്ന ജീവികൾക്ക് കാഴ്ചശക്തി ഇല്ലാത്തത് എന്നുള്ള രീതിയിലാണ്, അല്ലെങ്കിൽ കാഴ്ചശക്തി കുറഞ്ഞു പോയത് എന്നുള്ള രീതിയിലാണ് ലാമാർക്ക് പറയുന്നത്. അതേപോലെ തന്നെ പറയുന്ന മറ്റൊരു ഇതാണ് വെസ്റ്റിജിയൽ ഓർഗൻസിൻ്റെ കാര്യം. വെസ്റ്റിജിയൽ ഓർഗൻസ് നമ്മൾ മനുഷ്യരിലും കാണാൻ പറ്റും, അതുപോലെ തന്നെ മൃഗങ്ങളിലും കാണാനായിട്ട് പറ്റും. അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഡിസ്യൂസ് ചെയ്തത് കൊണ്ടിട്ടാണ് അങ്ങനെ ഓർഗൻസ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഓർഗൻസ് ആയിട്ട് മാറിയത് എന്നുള്ളതാണ് ലാമാർക്ക് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ യൂസ്ലെസ് ആയിട്ടുള്ള ഓർഗൻസ് ആണ്, നമ്മളത് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അതിന് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ് ടെയിൽ, അതുപോലെ തന്നെ ഇയർ മസിൽസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ പണ്ട് നമുക്ക് വാലുണ്ടായിരുന്നു എന്നുള്ളത് അത് നമ്മൾ യൂസ് ചെയ്യാതെ ആയി കഴിഞ്ഞപ്പം അത് നഷ്ടപ്പെട്ടു പോയി എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞു വെച്ചു. അപ്പോൾ ഇതാണ് തിയറി ഓഫ് ഡിസ്യൂസിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആയിട്ട് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ തിയറി ഓഫ് യൂസ് ആൻഡ് ഡിസ്യൂസ് ഇങ്ങനെയാണ് അദ്ദേഹം സ്റ്റേറ്റ് ചെയ്തത്. എന്തുകൊണ്ട് ഏതൊക്കെ ആ സാഹചര്യത്തിൽ അത് യൂസ് ചെയ്തപ്പോൾ എന്തൊക്കെ രൂപപ്പെട്ടു എന്നുള്ളതും ഡിസ്യൂസ് ചെയ്തപ്പോൾ എന്തൊക്കെ ഇല്ലാതായി എന്നുള്ളതും അദ്ദേഹം എക്സാമ്പിൾ സഹിതം വ്യക്തമാക്കി. അതിനുശേഷം അദ്ദേഹം പറഞ്ഞതായിരുന്നു ഇൻഹെറിറ്റൻസ് ഓഫ് എക്വയർഡ് ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു തിയറി. ഈ പറയുന്ന തിയറിയിൽ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജീവി അദ്ദേഹത്തിൻ്റെ ലൈഫ് ടൈമിൽ എന്തെങ്കിലും ഒരു എൻവയോൺമെൻറ്റൽ ചേഞ്ചിനോട് റെസ്പോൺസ് ആയിട്ടായിരിക്കും എന്തെങ്കിലും ക്യാരക്ടേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നത്. അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന ക്യാരക്ടേഴ്സിനെ അദ്ദേഹം എക്വയർഡ് ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പേരിലാണ് വിളിച്ചത്. ഈ എക്വയർഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഓരോ ജീവിയും അവരുടേതായിട്ടുള്ള ഓഫ് സ്പ്രിങ്ങുകളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്തിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ ഇൻഹെറിറ്റൻസ് ഓഫ് എക്വയർഡ് ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. ഈ പറയുന്ന ഇൻഹെറിറ്റൻസ് ഓഫ് ക്യാരക്ടേഴ്സിന് ലാമാർക്കിൻ്റെ തിയറീസിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സഡൻ ആയിട്ടുണ്ടാകുന്ന ചേഞ്ചസിനേക്കാൾ കൂടുതലായിട്ട് ഇവൻച്വലി ടൈം എടുത്തുണ്ടാകുന്ന ഒരു പ്രോസസ് ഓഫ് എവല്യൂഷൻ, അല്ലെങ്കിൽ ഇവൻച്വൽ ആയിട്ടുള്ള ഗ്രാജുവൽ ആയിട്ടുള്ള ചേഞ്ചസുകൾക്കാണ് ലാമാർക്ക് കൂടുതലായിട്ട് പ്രാധാന്യം കൊടുത്തിരുന്നത്. അപ്പോൾ ഒരു ജീവിയുടെ എന്തെങ്കിലും ഒരു ഫിസിക്കലായിട്ടുള്ള ഫീച്ചറിനകത്ത് ഓൾട്രേഷൻ നടത്താൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ചേഞ്ചസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എൻവയോൺമെൻറ്റിന് സാരമായിട്ടുള്ള പങ്കുണ്ടായിരുന്നു, അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് ഒരു മോട്ടീവ് ഫോഴ്സ് ആയിട്ട് ആക്ട് ചെയ്തിരുന്നു എന്നുള്ള രീതിയിലാണ് ലാമാർക്ക് പറഞ്ഞത്. അതായിരുന്നു ഇവല്യൂഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞു വെച്ചു. ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്നുണ്ടെങ്കിലും ലാമാർക്കിന് ഇത് തെളിയിക്കാനുള്ളൊരു എക്സ്പെരിമെൻ്റൽ ആയിട്ടുള്ളൊരു ബേസിസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനുശേഷം വന്നിട്ടുള്ള പലതരത്തിലുള്ള ജെനറ്റിസ്റ്റുകളും ഇതുപോലെ ഒരുപാട് എക്സ്പെരിമെൻറ്റേഷനൊക്കെ ചെയ്ത് ഡാർവിൻ, ഹെർബർട്ട് സ്പെൻസർ പോലെയുള്ള സയൻറ്റിസ്റ്റുകളുടെ എക്സ്പെരിമെൻറ്റേഷൻ വഴിയായിട്ട് ഈ ഒരു അക്വയർഡ് ക്യാരക്ടേഴ്സിൻ്റെ ഒരു സംഭവം, അല്ലെങ്കിൽ അക്വയർഡ് ക്യാരക്ടേഴ്സിൻ്റെ ഒരു ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് പോസിബിൾ അല്ല എന്നുള്ളത്
തെളിയുകയും അതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു തിയറി ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തിയറി അബാൻഡൻ ചെയ്യപ്പെടുകയും ചെയ്തു. ഇനി ഇത്തരത്തിലുള്ള സ്റ്റഡീസൊക്കെ നടത്തി ഇത്തരത്തിലുള്ള കുറേ തിയറീസൊക്കെ ലാമാർക്ക് പറഞ്ഞതിന് ശേഷവും ലാമാർക്കിൻ്റെ തിയറീസ് ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കുറേ അധികം കാര്യങ്ങളുണ്ടായിരുന്നു, അല്ലെങ്കിൽ ക്രിറ്റിസിസങ്ങൾ ഉണ്ടായിരുന്നു ലാമാർക്കിൻ്റെ തിയറിയോട്. ആ ക്രിറ്റിസിസംസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യം ലാമാർക്ക് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ എല്ലാ ഓർഗാനിസംസും അവരുടെ സൈസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും എന്നുള്ളത് പറഞ്ഞു. പക്ഷേ അത് യൂണിവേഴ്സലി ആപ്ലിക്കബിൾ ആയിട്ടൊരു കാര്യമല്ല. എവല്യൂഷൻ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ സൈസിനകത്ത് ഓർഗൻസിൻ്റെ സൈസിനകത്ത് റിഡക്ഷൻ സംഭവിച്ചു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇനി രണ്ടാമത്തെ പ്രിൻസിപ്പിൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തെങ്കിലും ആവശ്യം വരുന്നതനുസരിച്ച് നമ്മൾ പുതിയതായിട്ടുള്ള ഓർഗൻസ് ഡെവലപ്പ് ചെയ്യുന്നു പറഞ്ഞു. പക്ഷേ ഇതൊരിക്കലും ട്രൂ അല്ല അല്ലേ? കാരണം നമുക്കിപ്പോൾ പറക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടെന്ന് വിചാരിച്ച് നമുക്ക് പറക്കാനുള്ള വിങ്സ് ഒന്നും വരുന്നില്ല അല്ലേ? നമുക്ക് ചിറകുകൾ മുളയ്ക്കുന്നില്ല. അപ്പോൾ നമ്മളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഒരു ഓർഗനെ ഡെവലപ്പ് ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കത്തില്ല എന്നുള്ള രീതിയിലുള്ള ഒരു ക്രിറ്റിസിസം വന്നു. അതേപോലെ തന്നെ യൂസ് ആൻഡ് ഡിസ്യൂസ് തിയറിക്കും ഒരുപാട് ഒബ്ജെക്ഷൻസ് വന്നിരുന്നു. നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഓർഗൻസ് ആണ് നമ്മളുടെ കണ്ണുകൾ, അതുപോലെ ഹാർട്ട് പോലെയുള്ളതൊക്കെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അത് ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നതായിട്ടൊന്നും കാണാനായിട്ട് പറ്റുന്നില്ല. കൂടുതൽ എഫിഷ്യൻ്റ് ആവുന്നതായിട്ടോ കൂടുതലായിട്ടുള്ള ഡെവലപ്മെൻറ്റ് വരുന്നതായിട്ടോ കണ്ണിൽ അങ്ങനെയുള്ള ഭാഗങ്ങളിലൊന്നും കാണാൻ പറ്റാത്തത് കൊണ്ടിട്ട് യൂസ് ആൻഡ് ഡിസ്യൂസ് തിയറിക്കും കുറേ അധികം ആക്ഷേപങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇനി നമ്മളുടെ അക്വയർഡ് ക്യാരക്ടേഴ്സ്, ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ തിയറിക്കും കുറേ അധികം ക്രിറ്റിസിസംസ് വന്നിരുന്നു. അതിനകത്ത് കുറച്ചെണ്ണം നോക്കാം. ഇപ്പോൾ നമ്മളുടെ ഒരു കേരള ഒരു സംസ്കാരം അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇന്ത്യൻ സംസ്കാരം വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെൺകുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ കാത് കുത്തും അല്ലേ? ജനിച്ചതിന് ശേഷം കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മൾ കാത് കുത്തും. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ഒരു 90% മനുഷ്യന്മാർക്കും കാത് കുത്തിയിട്ടുണ്ടായിരിക്കും. ഈ കാത് കുത്തിയിട്ടുള്ള മനുഷ്യന്മാർ ഇത്രയധികം നാളുകളായിട്ട് കാത് കുത്തിയിട്ടും ഒരു കുട്ടി പോലും ഇപ്പം നമ്മളുടെ ഒരു കുട്ടികൾ പോലും കാത് കുത്ത് അല്ലെങ്കിൽ കാതിൽ തുളയുള്ള കുട്ടികളായിട്ട് കമ്മലിടാനുള്ള ഒരു സ്പേസ് ഉള്ള കുട്ടികളായിട്ട് ജനിക്കുന്നില്ല. നമ്മൾ കുട്ടികളുണ്ടായതിന് ശേഷമാണ് നമ്മൾ അവരെ കാത് കുത്തിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നത്. ഇങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും അടുത്തൊരു ഓഫ്സ്പ്രിങ്ങിലേക്ക് പാസ് ചെയ്ത് പോകേണ്ടതല്ലേ? അപ്പോൾ അങ്ങനെ വരുന്ന കഴിയുമ്പോൾ ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു തിയറി അത് പ്രൂവ് അല്ലാതെ ആകുന്നതായിട്ട് പറയുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ അവർ പറയുന്ന മറ്റൊരു ക്രിറ്റിസിസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനീസ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാലുകൾ ചെറുതാൻ വേണ്ടിയിട്ട് എപ്പോഴും അയൺ ഷൂസുകൾ ധരിക്കാറുണ്ടായിരുന്നു. പക്ഷെ അവർ വലുതാകുന്ന സമയത്ത് അവർ ചെറിയ പ്രായത്തിലാണ് അയൺ ഷൂസ് ധരിക്കുന്നത്. പക്ഷെ അവർ വലുതാകുന്ന സമയത്ത് സാധാരണ ഒരു മനുഷ്യൻ്റെ സൈസ് പോലെയുള്ള കാലുകൾ അല്ലെങ്കിൽ ഫീറ്റ് തന്നെയാണ് അവർക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ അവർ സൈസ് കുറയ്ക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇത്രയും കാലം കൊണ്ട് അവരുടെ സൈസ് കാലുകളുടെ ഫീറ്റിൻ്റെ സൈസ് കുറയേണ്ടതായിട്ടുള്ളതല്ലേ എന്നുള്ള തരത്തിലുള്ള ഒരു ക്രിറ്റിസിസം കൂടെ ഇതിന് വന്നിരുന്നു. അതേപോലെ തന്നെ കോൺസ്റ്റന്റ് ആയിട്ട് എക്സസൈസ് ചെയ്യുന്നത് കൊണ്ടിട്ടാണ് അത്ലറ്റുകൾക്ക് മസിൽസ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇങ്ങനെ അത്ലറ്റുകളുടെ കുട്ടികൾക്ക് മസിൽസ് ഡെവലപ്ഡ് ആയിട്ടുള്ള രീതിയിലല്ലോ കുട്ടികൾ ജനിക്കുന്നത്. അങ്ങനെയും ഒരു തരത്തിലുള്ള ക്രിറ്റിസിസം വന്നിരുന്നു. അതേപോലെ തന്നെ മുസ്ലിംസും ജ്യൂസും ഒക്കെ സർക്കംസിഷൻ പ്രാക്ടീസ് ചെയ്യുന്നവരാണ് അല്ലേ? സർക്കംസിഷൻ ഇത്രയും നാളുകൾ പ്രാക്ടീസ് ചെയ്തതിനു ശേഷവും ഒരു കുട്ടി പോലും സർക്കംസൈസ്ഡ് ആയിട്ട് ജനിക്കുന്നില്ല. അത് ഒരു ജനറേഷനിലേക്ക് ഇൻഹെറിറ്റ് ചെയ്യപ്പെടുന്നില്ല. അതേപോലെ തന്നെ മറ്റ് എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സോൾജേഴ്സിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ അവർ ഒരുപാട് തരത്തിലുള്ള വാറിനും മറ്റു കാര്യങ്ങളൊക്കെ പോകുമ്പോൾ അവർക്ക് ബാറ്റിൽ ഫീൽഡിൽ വെച്ച് പലതരത്തിലുള്ള മുറിവുകൾ സംഭവിക്കാറുണ്ട്. ആ മുറിവുകളുടെ സ്കാർ അവിടെ ഉണ്ടാവും അല്ലേ? ആ മുറിവിൻ്റെ ഒരു പാട് അവിടെ ഉണ്ടാവും. ആ പാടുകളോട് കൂടിയായിരിക്കും അവരുടെ കുട്ടികൾ ജനിക്കുന്നത്? ഒരിക്കലുമല്ല. അപ്പോൾ ഇത്തരത്തിൽ കുറേ അധികം ക്രിറ്റിസിസം ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള തിയറിക്കെതിരെ വന്നിരുന്നു എന്നുള്ളതാണ്. അതിന് എക്സ്പെരിമെൻ്റ് ആയിട്ടൊരു പ്രൂഫ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ജർമ്മൻ ബയോളജിസ്റ്റ് ആയിട്ടുള്ള ഓഗസ്റ്റ് വീസ്മാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സയൻറ്റിസ്റ്റ് കുറച്ച് എക്സ്പെരിമെൻ്റ് ചെയ്തു. അദ്ദേഹം ചെയ്തതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് റാറ്റുകളുടെ ടെയിൽ അദ്ദേഹം കട്ട് ചെയ്തു. ഏകദേശം 20 ജനറേഷനോളം അദ്ദേഹം ഇതുപോലെ റാറ്റ്സിൻ്റെ ടെയിൽ കട്ട് ചെയ്തതിന് ശേഷം അദ്ദേഹം നോക്കി ടെയിൽ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് നോക്കി. അപ്പം അതിന് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 21ാമത്തെ ജനറേഷനിലെ എലികൾക്കും ടെയിലോട് കൂടിയിട്ടാണ് അവർ ജനിക്കുന്നത്. ഒരിക്കലും അവർ ടെയിൽ ഇല്ലാതെ നമ്മൾ ഇടയ്ക്ക് വെച്ച് കട്ട് ചെയ്തത് കൊണ്ടിട്ട് അവരുടെ ടെയിൽ ഇല്ലാതാകുന്നതായിട്ടോ അല്ലെങ്കിൽ ടെയിൽ ഇല്ലാത്ത കുഞ്ഞുങ്ങൾ ജനിക്കുന്നതായിട്ട് കണ്ടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പം ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു തിയറിയും തള്ളിപ്പോയി. അതിനുശേഷം വന്ന മറ്റൊരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു കെല്ലോഗ് ആൻഡ് ബെല്ലിൻ്റെ എക്സ്പെരിമെൻ്റ്. അവർ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിൽക്ക്വാം മോത്തിന് വളരെ കുറച്ച് മൾബറി ലീഫാണ് അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ അവരുടെ സൈസ് ഒന്ന് കുറയാൻ വേണ്ടിയിട്ട് തുടങ്ങി. 2 ജനറേഷൻ ഇതുപോലെ കടന്നുപോയി. അവർക്ക് 2 ജനറേഷന് ശേഷം വന്നിട്ടുള്ള ഓഫ്സ്പ്രിങ്സുകൾക്ക് അവർ സാധാരണ രീതിയിലുള്ള ഫുഡ് കൊടുത്തെങ്കിൽ പോലും അത് പിന്നീട് ഉണ്ടാക്കിയിട്ടുള്ള മോത്തുകൾ ഡ്വാർഫായിട്ടുള്ള മോത്തുകളായിരുന്നു. അതിനുള്ള ഒരു കാരണം 3rd ജനറേഷനിൽ ഉണ്ടായിട്ടുള്ള മോത്തുകൾ എന്ന് പറയുന്നത് ഡ്വാർഫായിട്ടുള്ള മോത്തുകളായിരുന്നു. അതിനുള്ളൊരു കാരണം എന്ന് പറയുന്നത് അതൊരിക്കലും ഇതുപോലെ ഇൻഹെറിറ്റൻസ് അല്ല, പകരം അവർക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു ന്യൂട്രീഷൻ്റെ കുറവ് കൊണ്ടാണ് അല്ലെങ്കിൽ മാൽന്യൂട്രീഷൻ്റെ കുറവ് കൊണ്ടിട്ടാണ്, മാൽന്യൂട്രീഷൻ സംഭവിച്ചത് കൊണ്ടിട്ടാണ് ഇങ്ങനെ ഡ്വാർഫായിട്ടുള്ള മോത്തുകൾ ഉണ്ടായതെന്നുള്ളത് കെല്ലോഗ് ആൻഡ് ബെല്ലിന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴും ഇതുപോലെ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് തള്ളിപ്പോയി. ഇനി നമുക്ക് നോക്കേണ്ടത് ഇപ്പോൾ ഒരു ലാമാർക്കിസത്തിൻ്റെ ഒരു പ്രസൻറ്റ് സ്റ്റേറ്റസ് എന്താണ് എന്നുള്ളതാണ്, ഒരു കറണ്ട് സിനാറിയോ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം.
ലാമാർക്ക് അവരുടെ തിയറി പറഞ്ഞത് മെൻഡലും അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പിൾസ് ഒക്കെ വരുന്നതിന് കുറേയധികം വർഷങ്ങൾക്ക് മുൻപായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനുശേഷം മെൻഡലിസം വന്നു, മോർഗൻ്റെ തിയറീസ്, മറ്റ് ജനറ്റിക് ആയിട്ടുള്ള എക്സ്പെരിമെൻ്റ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ അതിൽ നമുക്ക് മനസ്സിലായി നമ്മളുടെ ക്രോമസോമുകൾക്കും അതിലുള്ള ജീനുകൾക്കും നമ്മളുടെ ഓരോ തരത്തിലുള്ള ക്യാരക്ടേഴ്സിന് അല്ലെങ്കിൽ ഓരോ തരത്തിലുള്ള ട്രേറ്റ്സിനും അതിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ ജീനുകൾക്കൊക്കെ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഹെറിഡിറ്ററി ആയിട്ട് എന്തെങ്കിലും ലഭിക്കുന്നതിനോ ഹെറിഡിറ്ററി ആയിട്ടുള്ള എന്തെങ്കിലും വേരിയേഷനുകൾക്കൊക്കെ ഇത്തരത്തിലുള്ള ജീൻസിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് ഇവരുടെയൊക്കെ എക്സ്പെരിമെൻ്റ് വെച്ച് പ്രൂവ് ചെയ്യാൻ പറ്റി. പക്ഷേ ലാമാർക്കിന് ഇത്തരത്തിലൊരു ജീനുകളോ ഇത്തരത്തിലുള്ള ക്രോമസോമുകളോ ജനറ്റിക് കോഡുകളോ ഒന്നിനെ പറ്റിയും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ലാമാർക്കിസത്തിന് അതിൻ്റെതായിട്ടുള്ള കുറേയധികം ലിമിറ്റേഷൻസ് ഉണ്ട് എന്നുള്ളതും നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ആ ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള റെവല്യൂഷണറി ഐഡിയ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്ന് പറയുന്നത് ഭയങ്കര ഒരു എന്താ പറയുക ഒരു ക്രെഡിറ്റ് ഡിസേർവ് ചെയ്യുന്നൊരു കാര്യം തന്നെയാണ്. ഇനി നിയോ ലാമാർക്കിസം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫീൽഡ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. നിയോ ലാമാർക്കിസം എന്ന് ഉദ്ദേശിക്കുന്നത് ലാമാർക്കിന് കുറേയധികം ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. ഹെർബർട്ട് സ്പെൻസർ, കോപ്പ്, ഓസ്ബേൺ, കാനോൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ആളുകൾ ഈ പറയുന്ന ലാമാർക്കിസം പറഞ്ഞിട്ടുള്ള കുറേയധികം ഫൈൻഡിങ്സിനെ കുറച്ചും കൂടി റീവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ കുറച്ച് ഐഡിയാസും കൂടെ കൂട്ടിച്ചേർത്ത് ലാമാർക്കിസത്തിനെ കുറച്ചും കൂടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ലാമാർക്കിസത്തിൻ്റെ റിവൈസ്ഡ് ആയിട്ടുള്ള തിയറീസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ അവർ ശ്രമിച്ചു. അതിനെയാണ് നമ്മൾ നിയോ ലാമാർക്കിസം എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. അതിനെ കുറച്ച് എക്സ്പെരിമെന്റ്സ് ഒക്കെ നടത്തിയിരുന്നു. ഈ നിയോ ലാമാർക്കിസ്റ്റുകൾ കുറച്ച് എക്സ്പെരിമെന്റ്സ് ഒക്കെ നടത്തിയതിനു ശേഷം കുറച്ച് കാര്യങ്ങൾ കണ്ടുപിടിച്ചിരുന്നു. അതിനകത്ത് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ അവർ ശ്രമിച്ചു. അതിനെയാണ് നമ്മൾ നിയോ ലാമാർക്കിസം എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. അതിനെ കുറച്ച് എക്സ്പെരിമെന്റ്സ് ഒക്കെ നടത്തിയിരുന്നു. ഈ നിയോ ലാമാർക്കിസ്റ്റുകൾ കുറച്ച് എക്സ്പെരിമെന്റ്സ് ഒക്കെ നടത്തിയതിനു ശേഷം കുറച്ച് കാര്യങ്ങൾ കണ്ടുപിടിച്ചിരുന്നു. അതിനകത്ത് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനകത്ത് ഏറ്റവും ആദ്യമായിട്ടുള്ള എക്സ്പെരിമെന്റ് നടത്തിയത് ക്യാമറഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ആയിരുന്നു. പ്രോട്ടിയസ് ആൻജീനിയസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പീഷീസിലാണ് അദ്ദേഹം വർക്ക് ചെയ്തത്. അവർ കേവിൽ ജീവിക്കുന്ന ഗുഹയിൽ ജീവിക്കുന്ന ജീവികളായിരുന്നു. ടോട്ടൽ ഡാർക്ക്നെസ് ആയതുകൊണ്ടിട്ട് അവരുടെ ഐസ് എന്ന് പറയുന്നത് വെസ്റ്റിജിലായിരുന്നു. കളർലെസ് ആയിട്ടുള്ള ഐസ് ആയിരുന്നു, വെസ്റ്റിജിലായിട്ടുള്ള ഐസ് ആയിരുന്നു. ആ ജീവികളെ സാധാരണ ഒരു ലൈറ്റിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അവർ പയ്യെ പയ്യെ കളർ ഡെവലപ്പ് ചെയ്യാനും നോർമൽ ആയിട്ടുള്ള ഐസിലേക്കും ഐസൈറ്റിലേക്ക് റീഗെയിൻ ചെയ്യാൻ അവരെ കൊണ്ട് സാധിച്ചു. പിന്നീട് അവർക്ക് ഉണ്ടായിട്ടുള്ള ഓഫ് സ്പ്രിങ്ങുകൾക്ക് ഇതേപോലെ നല്ല ഐസ് ലൈക്ക് ഡെവലപ്ഡ് ആയിട്ടുള്ള കളറും നോർമൽ ആയിട്ടുള്ള ഐസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ക്യാമററിന് ലാമാർക്കിൻ്റെ തിയറിനെ കുറച്ചൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചു. രണ്ടാമതൊരു എക്സ്പെരിമെൻറ്റേഷൻ നടത്തിയത് മെക്ഡൗഗൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു സയൻറ്റിസ്റ്റിൻ്റെ എക്സ്പെരിമെൻറ്റേഷൻ ആയിരുന്നു. അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ റാറ്റിനെ ഒരു ടാങ്കിലിട്ടു. ആ ടാങ്കിന് 2 എക്സിറ്റുകളാണ് ഉണ്ടായിരുന്നത്. ഒരെണ്ണം ലൈറ്റഡ് ആയിട്ടുള്ള ഒരു എക്സിറ്റും അതുപോലെ തന്നെ ഒരെണ്ണം ഒരു ഡാർക്കർ ആയിട്ടുള്ള എക്സിറ്റും ആയിരുന്നു. ലൈറ്റഡ് ആയിട്ടുള്ള എക്സിറ്റിൽ കൂടെ പുറത്തേക്ക് വരുന്ന റാറ്റുകൾക്ക് ഒരു ഇലക്ട്രിക് ഷോക്ക് പ്രൊവൈഡ് ചെയ്തു. അങ്ങനെ ഒരുപാട് ട്രയലുകൾ നടത്തി കഴിഞ്ഞപ്പം ഈ എലികൾക്ക് എന്താണ് ഒരു കാര്യം മനസ്സിലാവണം, ലൈറ്റഡ് ആയിട്ടുള്ള ആ ഒരു എക്സിറ്റിൽ കൂടെ പുറത്ത് പോകാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ സംതിങ് ഈസ് ഹാപ്പനിങ്, ഒരു ഇലക്ട്രിക് ഷോക്ക് ലഭിക്കുന്നുണ്ടെന്ന് അവർ മനസ്സിലാക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് കുറേ ട്രയലുകൾക്ക് ശേഷം അവർ ഡാർക്ക് ആയിട്ടുള്ള ഒരു എക്സിറ്റ് ചൂസ് ചെയ്യുകയും ചെയ്തു. ഇതേ സെയിം സാധനം ഈ പറയുന്ന ട്രെയിൻഡ് ആയിട്ടുള്ള റാറ്റിൻ്റെ ഓഫ് സ്പ്രിങ്ങുകൾക്കും ചെയ്തു നോക്കി. അങ്ങനെ ചെയ്തു നോക്കിയപ്പോൾ മെക്ഡൗഗലിന് മനസ്സിലാക്കാൻ സാധിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓഫ് സ്പ്രിങ്ങുകൾക്ക് ഡാർക്ക് ആയിട്ടുള്ള എക്സിറ്റ് ചൂസ് ചെയ്യണം എന്നുള്ള ആ ഒരു ഒബ്സർവേഷനിലേക്ക് അല്ലെങ്കിൽ ആ ഒരു റിസൾട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ആദ്യം നടത്തിയ അത്രയും എണ്ണം ഓഫ് ട്രയലുകൾ വേണ്ടി വന്നില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി. ട്രയലുകളുടെ എണ്ണം ഓഫ് സ്പ്രിങ്ങിൽ വളരെ കുറവായിരുന്നു. ആദ്യത്തെ ആ ഒരു സെറ്റ് ഓഫ് റാറ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഓഫ് സ്പ്രിങ്ങിൽ വളരെയധികം കുറവായിരുന്നു എന്നുള്ളത് മെക്ഡൗഗലിന് മനസ്സിലാക്കാൻ സാധിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്വയർഡ് ആയിട്ടുള്ള ലേണിംഗ് സാധ്യമാകും എന്നുള്ളത് അദ്ദേഹത്തിന് പറയാൻ സാധിച്ചു. അതും ഇതുപോലെ ലാമാർക്കിസത്തിന് സപ്പോർട്ടായിട്ട് വരികയും ചെയ്തു. മൂന്നാമതൊരു എക്സ്പെരിമെന്റ് ഗൈർ ആൻഡ് സ്മിത്ത് ആണ് നടത്തിയത്. അവർ ഒരു റാബിറ്റിന്റെ കണ്ണിൽ നിന്നിട്ട് കുറച്ച് ലെൻസ്, ക്രിസ്റ്റലൈൻ ആയിട്ടുള്ള ലെൻസിന്റെ ഒരു സൊല്യൂഷൻ എക്സ്ട്രാക്ട് ചെയ്തു. എന്നിട്ട് ഇതൊരു ഫൗളിനകത്തേക്ക് ഇൻജെക്ട് ചെയ്തു. ഫൗൾ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറേ ആന്റിബോഡീസ് ഡെവലപ്പ് ചെയ്തു. അതിന് ശേഷം ഫൗളിൽ നിന്നിട്ട് ആന്റി സെറം എടുത്തിട്ട് അതൊരു പ്രഗ്നന്റ് ആയിട്ടുള്ള റാബിറ്റിലേക്ക് അവർ ഇനോക്കുലേറ്റ് ചെയ്തു. അങ്ങനെ ആ റാബിറ്റിൽ നിന്നുണ്ടായിട്ടുള്ള ഓഫ് സ്പ്രിങ്ങുകളിൽ കുറച്ച് പേർക്ക് ഡിഫക്റ്റീവ് ആയിട്ടുള്ള ഐസ് ഉണ്ടായിരുന്നു. ആ ഡിഫക്റ്റീവ് ആയിട്ടുള്ള ഐസ് എന്ന് പറയുന്നത് കുറേ അധികം ജനറേഷൻസിനകത്തേക്ക് ഇൻഹെറിറ്റ് ചെയ്ത് പോയി എന്നുള്ളത് ഗൈർ ആൻഡ് സ്മിത്തിന് എക്സ്പെരിമെന്റലി പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അതും ഇതുപോലെ ലാമാർക്കിസത്തിന് ഫേവർ ആയിട്ട് വന്നൊരു കഥയായിരുന്നു. ഇത്തരത്തിൽ നിയോ ലാമാർക്കിസം പ്രപ്പോസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ സപ്പോർട്ടേഴ്സ് നമ്മളുടെ വീസ്മാന്റെ ജേം പ്ലാസം തിയറിനെ ഡിസ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞിരുന്നു. അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്സ് ഗ്ലാൻഡുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണുകൾ നമ്മളുടെ സൊമാറ്റിക് സെൽസിൽ, ഓർഗാനിസത്തിന്റെ സൊമാറ്റിക് സെൽസിൽ കുറച്ചധികം ചേഞ്ചസ് വരുത്തിയിരുന്നു എന്നുള്ളതും അതേപോലെ തന്നെ സൊമാറ്റിക് സെൽസിന് എൻവയോൺമെന്റിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നുള്ളതും അവർ കുറച്ച് സെക്രീഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ സെക്രീഷൻസ് ബ്ലഡ് വഴിയായിട്ട് ജേം പ്ലാസത്തിൽ എത്തിയതിനു ശേഷം അത് ജേം സെല്ലുകൾക്ക് കുറച്ച് ചേഞ്ചസ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതും ആ ചേഞ്ചസ് ജേം പ്ലാസത്തിനകത്ത് ഉണ്ടായിട്ടുള്ള ചേഞ്ചസുകൾ ഇൻഹെറിറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ള രീതിയിൽ വീസ്മാന്റെ ജേം പ്ലാസം തിയറി ഡിസ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിയോ ലാമാർക്കിസത്തിന്റെ സപ്പോർട്ടേഴ്സ് ശ്രമിച്ചിരുന്നു.
അതും ഇതുപോലെ ലാമാർക്കിസത്തിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരുന്നു, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ഡെവലപ്പ് ആക്കുന്ന തരത്തിലുള്ള കൈൻഡ് ഓഫ് ഒരു തോട്ട് ഓഫ് തിങ്കിങ് ആയിരുന്നു എന്നുള്ളത് വേണം പറയാൻ. ഇതേപോലെ തന്നെ ഭയങ്കരമായിട്ട് വളരെ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു തരത്തിലുള്ള നിയോ ലാമാർക്കിൻ്റെ ഒരു എക്സ്പെരിമെൻറ്റ്, നിയോ ലാമാർക്കിസ്റ്റുകളുടെ ഒരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു ബോണി പ്ലേറ്റുകളുടെ ഇൻഹെറിറ്റൻസ്. ആ ഒരു അതിനെ നമ്മൾ സ്റ്റിക്കിൾ ബാക്ക് എന്ന് പറഞ്ഞിട്ട് വിളിക്കാറുണ്ട്. ഈ സ്റ്റിക്കിൾ ബാക്ക് സാധാരണ നമ്മളുടെ ഫ്രഷ് വാട്ടറിലും ബ്രാക്കിഷ് വാട്ടർ, സീ വാട്ടറിൽ അതുപോലെയുള്ള ഫിഷുകളിലൊക്കെ കാണാറുണ്ട്. ഈ ബോണി പ്ലേറ്റ് അവരെ ടൈഡിൽ നിന്നിട്ടും വേവിൽ നിന്നിട്ടൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സാധാരണ രീതിയിൽ കാണുന്നത്. അവരുടെ എണ്ണം ഓരോ സ്പീഷീസിലും വേരി ചെയ്തിട്ടുണ്ടായിരിക്കും, പക്ഷേ അത് സാധാരണ രീതിയിൽ മിഡ് ഡോർസൽ ലൈനിലാണ് അത് കാണപ്പെടുന്നത്. മെറൈൻ ആയിട്ടുള്ള സ്റ്റിക്കിൾ ബാക്കുകളിൽ ഏകദേശം 20 മുതൽ 30 ബോണി പ്ലേറ്റ് വരെ കണ്ടിരുന്നു. ബ്രാക്കിഷ് വാട്ടറിൽ ജീവിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഒരു 3 മുതൽ 15 ബോണി പ്ലേറ്റുകൾ വരെ കണ്ടിരുന്നു. ഫ്രഷ് വാട്ടറിൽ ജീവിക്കുന്നവർക്ക് ബോണി പ്ലേറ്റുകൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നിയോ ലാമാർക്കിസ്റ്റുകൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെറൈൻ ആയിട്ടുള്ള സ്റ്റിക്കിൾ ബാക്കുകളെ ഫ്രഷ് വാട്ടറിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അവർ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്തു, ഈ ബോണി പ്ലേറ്റുകൾ ലൂസ് ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് ഫ്രഷ് വാട്ടറിലുള്ള നമ്മൾ ഇതിനൊന്നും കുറച്ചുകൂടി വൈസ് വേഴ്സ പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫ്രഷ് വാട്ടറിലുള്ള സ്റ്റിക്കിൾ ബാക്കുകളെ നമ്മൾ കടലിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ അവർ ഗ്രാജുവലി എന്ത് ചെയ്തു, ബോണി പ്ലേറ്റുകൾ ഈ സ്റ്റിക്കിൾ ബാക്കുകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്പം കടലിൽ ഉണ്ടായിരുന്നവരെ സാധാരണ ഒരു വാട്ടറിനകത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് ആ ഉണ്ടായിരുന്ന ബോണി പ്ലേറ്റുകൾ ഇല്ലാതാവുകയും ഇല്ലാതിരുന്ന ബോണി പ്ലേറ്റുകൾ കടലിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ അത് തിരിച്ചു രൂപപ്പെടുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചതായിരുന്നു ഇത്തരത്തിൽ ക്യാരക്ടേഴ്സിന് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് അക്വയർ ചെയ്യാൻ പറ്റുന്നുള്ളത് പ്രൂവ് ചെയ്യാനായിട്ട് സാധിച്ചു. അതേപോലെ തന്നെ അത് അവരുടെ ഓഫ് സ്പ്രിങ്ങുകളിലേക്ക് ഇൻഹെറിറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ള രീതിയിലും പറയാൻ വേണ്ടി സാധിച്ചു. ഇങ്ങനെ പലതരത്തിൽ പല എക്സ്പെരിമെൻറ്റുകളിലൂടെ നിയോ ലാമാർക്കിസ്റ്റുകൾ ലാമാർക്കിൻ്റെ ആ ഒരു തിയറി, ലാമാർക്ക് അന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും പ്രൂവബിൾ ആണ് എന്നുള്ള രീതിയിൽ പറയുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പൊതുവേ നമ്മൾക്ക് ലാമാർക്കിസത്തിനെ പറ്റി പറയുമ്പം പറയാനുള്ളത്. ആദ്യം ലാമാർക്ക് എന്താണ്, ആരാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു, ലാമാർക്ക് എന്തൊക്കെയാണ് പറഞ്ഞത് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ തിയറീസ് നമ്മൾ പറഞ്ഞു, യൂസ് ആൻഡ് ഡിസ്യൂസ് തിയറിയും അതുപോലെ തന്നെ ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടേഴ്സും പറഞ്ഞിട്ടുള്ള തിയറിനെ പറ്റിയിട്ട് പറഞ്ഞു. പിന്നെ ആ ഒരു സമയത്ത് അദ്ദേഹം യൂസ് ആൻഡ് ഡിസ്യൂസ് തിയറിക്ക് പറഞ്ഞിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് ഉണ്ടായിരുന്നു, അതിനെ പറ്റിയിട്ട് നമ്മൾ സംസാരിച്ചു. അതിനുശേഷം നമ്മളുടെ ഓരോ തിയറീസും, ലാമാർക്കിൻ്റെ ഓരോ തിയറിക്കും അനുഭവപ്പെട്ടിട്ടുള്ള ആക്ഷേപങ്ങൾ എന്തൊക്കെയാണ്, ക്രിറ്റിസിസംസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ രീതിയിൽ ലാമാർക്കിസത്തിൻ്റെ പ്രസന്റ് ആയിട്ടുള്ള സ്റ്റേറ്റസ് എന്താണ് എന്നുള്ളതും നിയോ ലാമാർക്കിസ്റ്റുകൾ എങ്ങനെയൊക്കെയാണ് ലാമാർക്കിസത്തിനെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളതും അവരുടെ എക്സ്പെരിമെൻറ്റുകളും അവരുടെ റിസൾട്ടുകളെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ഐഡിയ ആണ് ലാമാർക്കിസത്തിനെ പറ്റിയിട്ട് തരാനുള്ളത്. ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ലാമാർക്കിസം എന്താണ് എന്നുള്ളതിൻ്റെ ഒരു കോറായിട്ടുള്ളൊരു കോൺസെപ്റ്റ് മനസ്സിലായി എന്നുള്ളത് വിശ്വസിക്കുന്നു. വീഡിയോ മനസ്സിലായി, വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കോമെൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ സജഷനുകളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കോമെൻറ്റ് സെക്ഷനിലൂടെയോ അല്ലാത്ത പക്ഷം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ മെയിൽ ID എൻ്റെ എല്ലാവിധ സോഷ്യൽ മീഡിയ ഐഡികളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുവഴിയോ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ അറിവിലോ പരിചയത്തിലോ ആരെങ്കിലും ബയോളജി പഠിക്കുന്നവരോ ബയോളജി പഠിക്കാൻ താല്പര്യമുള്ളവരോ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കൂടി എൻ്റെ ഈ വീഡിയോസും എൻ്റെ ഈ ചാനലും ഒന്ന് ഷെയർ ചെയ്യുക. അതെനിക്കും അവർക്കും ഒരു ഉപകാരമായിരിക്കും. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.